അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് പേജ് നമ്പർ 115, പേജ് നമ്പർ 115. ഓക്കെ, ആ പേജിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ആണ്. ഈസ് ദെയർ എനി ഒബ്സ്റ്റക്കിൾ ഫോർ വുമൺ ഇൻ ഗെറ്റിംഗ് റെസ്പെക്ട് ആൻഡ് കെയർ ഓൾ ഓവർ ദ വേൾഡ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസ് ദെയർ എനി ഒബ്സ്റ്റക്കിൾ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചാൽ തടസ്സം എന്നുള്ളതാണ്. ഫോർ വുമൺ, സ്ത്രീകൾക്ക്, ഇൻ ഗെറ്റിംഗ് റെസ്പെക്ട് ആൻഡ് കെയർ, അത് ബഹുമാനവും സംരക്ഷണവും സ്ത്രീകൾക്ക് ലഭിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും. ഈ ലോകം മുഴുവനും സ്ത്രീകൾക്ക് തടസ്സങ്ങൾ, ബഹുമാനവും ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ, അതായത് നമ്മളുടെ ഏതാണ് ഉത്തരമെങ്കിലും. യെസ് എന്നാണെങ്കിൽ ആ ഉത്തരത്തിൻ്റെ കാരണങ്ങൾ എഴുതുക. നോ എന്നാണെങ്കിൽ ആ നോയ്ക്ക് ഉള്ള കാരണങ്ങൾ എഴുതുക. അതാണ് സബ്സ്റ്റാൻഷിയേറ്റ്, അല്ലെങ്കിൽ വിശദീകരിക്കുക എന്ത് നിങ്ങളുടെ ഉത്തരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്ന ഉത്തരം ഉവ്വ എന്നുള്ളതാണ്. ദർ ഈസ് എ സിറ്റുവേഷൻ ഓൾ ഓവർ ദ വേൾഡ് ദാറ്റ് ഡിനൈസ് ആക്സസിബിലിറ്റി ടു എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. അതിന് ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദർ ഈസ് എ സിറ്റുവേഷൻ, അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഏതാണ്? ദർ ഈസ് എ ഓൾ ഓവർ ദ വേൾഡിലാണ്, അതായത് ലോകം മുഴുവനും ആ സിറ്റുവേഷൻ ഉണ്ട്. ദാറ്റ് ഡിനൈസ്, അതെന്താണ് ചെയ്യുന്നത്? ഡിനൈ, അതായത് നൽകുന്നില്ല. എന്ത്? ആക്സസിബിലിറ്റി ടു എഡ്യൂക്കേഷൻ, അതായത് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. ഡിനൈസ് ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. എന്താണ്? അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ. അഡ്വക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം. ഫോർ ഗേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ്? പെൺകുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം ലോകം മുഴുവനും നിൽക്കുന്നുണ്ട്. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ്, they are forced to give up their studies at an early stage and more confined to marriage, child care and raising their families. അതായത് അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ എന്താണ്, പഠനത്തെ പാതി വഴിയിൽ അവരുടെ പഠനം പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? വിവാഹത്തിലേക്ക് കടന്നു പോകണം, കുട്ടികളെ പരിചരിക്കണം, കുടുംബം പോറ്റൽ എന്നിവയിൽ ഒതുങ്ങിത്തീരുവാനായിട്ട് നിർബന്ധിതരായിത്തീരുന്നു. ഓക്കെ, ദേ ആർ ഫോഴ്സ്ഡ്, അവരെ ഫോഴ്സ് ചെയ്യുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് എങ്ങോട്ട് തള്ളിവിടുന്നു? അവരെ ബലം പ്രയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഗീവ് അപ്പ് ദെയർ സ്റ്റഡീസ്, അതായത് അവരെ ഫോഴ്സ്ഫുഡായിട്ട്, അതായത് അവരെ ബലം പ്രയോഗിച്ച് അവരുടെ പഠനത്തെ ഉപേക്ഷിക്കുവാനായിട്ട് ഉള്ള പ്രവണത ഉണ്ട്. അതായത് ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, ദെയർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ അവരുടെ പഠനം. അറ്റ് ആൻ ഏർലി സ്റ്റേജ്, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഓക്കെ, ആൻഡ് ആർ കൺഫൈൻഡ് ടു, എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ പഠനം ഉപേക്ഷിച്ചതിന് ശേഷം അവർ കൺഫൈൻഡ് ടു, അവർ ഏതെല്ലാം ജോലികളിലേക്ക് ഒതുങ്ങിത്തീരുകയാണ്. ഇവിടെ കൺഫൈൻഡ് ടു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവാദിത്വത്തിലേക്ക് അവർ ഒതുങ്ങിത്തീരുകയാണ്. എന്താണ്? ഒതുങ്ങിപ്പോകുവാനായിട്ട് നിർബന്ധിതരായിത്തീരുക. കൺഫൈൻഡ് ടു മാരേജ്, അതായത് വിവാഹത്തിലേക്ക് ഒതുങ്ങിത്തീരണം. ചൈൽഡ് കെയർ, ശിശുക്കളെ സംരക്ഷിക്കുന്നതിലേക്ക് ഒതുങ്ങിച്ചേരണം. ആൻഡ് റേസിംഗ് ദെയർ ഫാമിലീസ്, അതായത് അവരുടെ കുടുംബത്തെ പരിചരിക്കണം. ഇത്തരം കാര്യങ്ങളിലേക്ക് ഒതുങ്ങിത്തീരുവാനായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പെൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിർബന്ധിതരായിത്തീരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ സ്റ്റിൽ എക്സിസ്റ്റ് എ സിറ്റുവേഷൻ വിച്ച് ഗേൾസ് ആർ ഫോഴ്സ്ഡ് ടു എൻഗേജ് ഇൻ കുക്കിംഗ് ആൻഡ് ഇൻ ഹൗസ് ഹോൾഡ് കോയേഴ്സ് വൈൽ ബോയ്സ് പ്ലേ ആൻഡ് ഗോ ടു ദ സ്കൂൾ. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികൾ പാചകം ചെയ്യുന്നതിനും വീട്ടുജോലികൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്നും സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ദെയർ ആർ സ്റ്റിൽ എക്സിസ്റ്റ് സിറ്റുവേഷൻ, അതായത് ഇന്നും ചില സ്ഥലങ്ങളിൽ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥ ഏതാണ്? ഇൻ വിച്ച്, അതിൽ ഗേൾസ് ആർ ഫോഴ്സ്ഡ് ടു എൻഗേജ് ഇൻ കുക്കിംഗ്,
പെൺകുട്ടികളെ എന്താണ് നിർബന്ധിതരായി തീരുകയാണ്. ഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ നിർബന്ധിതരായിരുന്നു. എന്തിനാണ്? ടു എൻഗേജ് ഇൻ കുക്കിംഗ്, അതായത് പാചകത്തിൽ എൻഗേജ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പാചകത്തിൽ ശ്രദ്ധാലുക്കളായി തീരുവാനും, ആൻഡ് ഇൻ ഹൗസ് ഹോൾഡ് കൊയേഴ്സ്, അതുപോലെ തന്നെ കുടുംബത്തിലെ ജോലികളിൽ വ്യാപൃതരായി തീരുവാനും. വൈൽ, അതേ സമയത്ത് തന്നെ ബോയ്സ് പ്ലേ ആൻഡ് ഗോ ടു സ്കൂൾ, ആൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവർ കളിക്കുകയും സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ലോകം മുഴുവനും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, റെസ്പെക്റ്റ്, ബഹുമാനം കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ സംരക്ഷണം കിട്ടാതിരിക്കുക എന്നുള്ള അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? വുമൺ ഓഫൻ ഫേസ് റെസ്ട്രിക്ഷൻസ് നോട്ട് ഓൺലി ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ബട്ട് ഓൾസോ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾക്ക് എന്താണ് ജോലിക്ക് പോകുവാനോ ഇഷ്ടപ്പെട്ട തൊഴിലെടുക്കുവാനോ ഉള്ള അവസരം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും മാത്രമല്ല വ്യക്തിയാധിഷ്ഠിത തീരുമാനമെടുക്കുന്നതിനും സ്ത്രീകൾക്ക് പലപ്പോഴും വിലക്കുകൾക്ക് വിധേയരാകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാനൊന്നുകൂടെ പറയാം. വുമൺ ഓഫൺ, അതായത് സ്ത്രീകൾക്ക് സാധാരണയായിട്ട് ഫേസ് റെസ്ട്രിക്ഷൻസ്, അതായത് എന്താണ് വിലക്കുകൾ അനുഭവപ്പെടാറുണ്ട്. നോട്ട് ഓൺലി ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ബന്ധങ്ങളിൽ അവർക്ക് വിലക്കുകൾ ഏർപ്പെടുത്താറുണ്ട്. എക്കണോമിക് ഇൻഡിപെൻഡൻസ്, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് അവർക്ക്, അതായത് സ്വന്തമായിട്ട് പണം നേടിയെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു മാർഗവും ഇല്ലാതെയുണ്ട്. ബട്ട് ഓൾസോ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് വളരെ കുറവായിട്ട് അനുഭവപ്പെടാറുണ്ട് ലോകം മുഴുവനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഈ ലോകം മുഴുവൻ there is a situation in which woman does not get proper respect and care all over the world എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. When do the കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് ബിക്കം റെലവൻറ്റ്? എപ്പോഴാണ് ലിംഗസമത്വം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ റെലവൻ്റ് ആയിത്തീരുന്നത്, അല്ലെങ്കിൽ അതിന് പ്രശസ്തി കൈവരുന്നത് എപ്പോഴാണ്? അതായത് ലിംഗനീതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യത എന്ന് പറയുന്ന ആശയത്തിന് പ്രശസ്തി കൈവരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ദർ ഈസ് എ സിറ്റുവേഷൻ ഓൾ ഓവർ ദ വേൾഡ് ദാറ്റ് ഡിനൈസ് accessibility to adequate education for girls, അതായത് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശരിയായ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പല കാരണങ്ങളും ഉണ്ട്. They are forced to give up their studies at an early stage and are confined to marriage, childhood care and raising their families. അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുകയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടുന്ന പരിചരണം ചെയ്യുന്ന ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുമുണ്ട്. Okay, there is still exists situation in which girls are forced to engage in cooking and household chores while boys play in ആൻഡ് ഗോ ടു ദ സ്കൂൾ. ഇവിടെ അതുപോലെ തന്നെ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ചില സിറ്റുവേഷനുകളുണ്ട്. അവിടെ പെൺകുട്ടികൾ കുടുംബത്തിലെ വീട്ടിലെ പണികളിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ ആൺകുട്ടികൾ സ്കൂളിൽ പോവുകയും അതുപോലെ തന്നെ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആ മോളിൽ പഠിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ആൻസറിൽ 1-2 വാക്കുകളുടെ വ്യത്യാസം വരുത്തിയാൽ ഈ ചോദ്യത്തിനും ആൻസറായിത്തീരും. വുമൺ ഓഫൻ ഫേസ് റെസ്ട്രിക്ഷൻസ് നോട്ട് ഓൺലി ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്കണോമിക് ഡിപ്പെൻഡൻസ് ബട്ട് ഓൾസോ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും സാമൂഹിക ബന്ധങ്ങളിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും എല്ലാം ചില തടസ്സങ്ങൾ നേരിടാറുണ്ട്. ഇൻ ദിസ് കണ്ടീഷൻ ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് ബിക്കം റെലവൻറ്റ്. ഇത്തരത്തിലുള്ള സാമൂഹിക പരിസ്ഥിതിയിൽ എന്താണ് ജെൻഡർ ജസ്റ്റിസ് അല്ലെങ്കിൽ ലിംഗനീതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് കൂടുതൽ റെലവൻസ് അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ട് എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. അതായത് മോളിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഇന്നത്തെ കാലത്ത് വളരെ നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് തുല്യ ലിംഗനീതി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ മോളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടെല്ലാം ലിംഗനീതി ഇന്നത്തെ കാലത്ത് ആ ഒരു കൺസെപ്റ്റ് ഐഡിയ ഇന്നും റെലവൻ്റ് ആണ് എന്നാണ് എഴുതുന്നത്. രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ അടുത്ത് 6ാമത്തെ
6-ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇതാണ്: നിങ്ങൾക്ക് ഈ ലോകത്ത് സ്ത്രീകളെ സംരക്ഷണവും അതുപോലെ തന്നെ ബഹുമാനവും ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഏകദേശം ഉത്തരം സെയിം തന്നെയാണ്. അല്ലെങ്കിൽ മോളി പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് ലിംഗനീതി എന്ന കൺസെപ്റ്റ് അനിവാര്യമാണ് എന്ന് പറയുന്നത്. 6-ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് ലിംഗനീതി അനിവാര്യമാണ് എന്ന് നമ്മൾ പറയുന്നു എന്ന് ഉത്തരമായിട്ട് എഴുതിയാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.